സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനം എടുക്കുന്ന എല്ലാ വാഹന ഉടമകളും ഡ്രൈവർമാരും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോ ആണ്. ആദ്യമേ തന്നെ പ്രൈവറ്റ് വാഹനം വാങ്ങുന്ന എല്ലാ വാഹന ഉടമകളും ഈ ഒരു കാര്യം നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം, RC ബുക്ക് പേര് മാറാൻ കൊടുക്കുന്ന സമയത്ത് പേര് മാറി ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ ഇൻഷുറൻസിലും പേര് മാറേണ്ടതാണ്. എന്നാൽ ഒട്ടുമിക്ക പേരും ആ ഒരു കാര്യം ചെയ്യാറില്ല എന്നത് 100% എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ക്ലെയിം ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ആവശ്യം വന്നാലോ ആയിരിക്കും ഇൻഷുറൻസിൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ പേര് മാറുവാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആ ടൈമിൽ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് RC ബുക്ക് പേര് മാറി വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇൻഷുറൻസിലും പേര് മാറേണ്ടതാണ്. നിശ്ചിത എമൗണ്ട് ഫീസ് കൊടുത്താൽ മതിയാവും, വലിയ എമൗണ്ടൊന്നും ആവത്തില്ല. അത് ഏത് ഏജൻസിയിലാണോ എടുത്തിരിക്കുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ അത് അവർ ചെയ്തു തരും. രണ്ടാമത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വാഹനത്തിൻ്റെ RCയിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനം എടുക്കുന്ന ഒട്ടുമിക്ക പേരും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇത്. മൊബൈൽ നമ്പർ അപ്ഡേഷൻ ചെയ്യാത്ത പക്ഷം വാഹനത്തിൻ്റെ സെക്കൻഡ് ഓണർഷിപ്പിന് പേര് മാറുന്ന സമയത്ത്, സെക്കൻഡ് ഓണർ പേര് മാറുന്ന സമയത്ത് OTP വരുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും മറ്റു പ്രശ്നങ്ങളും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഒട്ടനവധി പേര് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനം എടുക്കുന്നവർ ഫാസ്റ്റാഗിൻ്റെ പേര്, ഫാസ്റ്റാഗിൽ മൊബൈൽ നമ്പർ അപ്ഡേഷൻ ചെയ്യുന്നത് കൂടാതെ തന്നെ അതിലും പേര് ചേഞ്ച് ചെയ്യേണ്ടതാണ്. 3 വർഷമോ അതിന് മുകളിലോട്ട് പഴക്കമുള്ള ഫാസ്റ്റാഗാണ് നിങ്ങളുടെ വാഹനത്തിലെങ്കിൽ നിർബന്ധമായിട്ടും KYC അപ്ഡേഷൻ ചെയ്യേണ്ടതാണ്. 5 വർഷമോ അതിന് മുകളിലോട്ടോ പഴക്കമുള്ള ഫാസ്റ്റാഗാണ് നിങ്ങളുടെ വാഹനത്തിലുള്ളതെങ്കിൽ നിർബന്ധമായിട്ടും ആ ഫാസ്റ്റാഗ് റീപ്ലേസ് ചെയ്ത് പുതിയ ഫാസ്റ്റാഗ് വയ്ക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം.